എല്ലാവർക്കും ജ്യോതിസ് കറി വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു റെസിപ്പിയായി വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, വടുകപ്പുളി നാരങ്ങ അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ആ അച്ചാർ ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമ്മൾ ഇന്നാണ് ഇപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങണം. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ രാത്രി നമുക്ക് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. ആ വെള്ളം നന്നായി ഇതങ്ങനെ വെട്ടി തിളയ്ക്കണം. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ മുഴുവനുള്ള നാരങ്ങ ഉണ്ടല്ലോ, ഈ നാരങ്ങ നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് സിമ്മ് കൂട്ടുക. എന്നിട്ട് അതൊന്ന് നന്നായി വെട്ടി തിളക്കട്ടെ. 2 മിനിറ്റ് നന്നായി വെട്ടി തിളക്കണം. അതാ നമ്മളിട്ടു 1 മിനിറ്റ് ആകണു. നന്നായി തിളവെന്ന് കാണുമ്പോൾ നമ്മൾ ഈ നാരങ്ങേനെ തിരിച്ചിട്ട് ഈ സൈഡും ഇട്ട് കൊടുക്കുക. ഇനി ഇതും അതേപോലെ കടന്നിട്ട് ഒന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ നമ്മളത് ഉരുണ്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് വരുത്തിയാൽ മതി. ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഈ നാരങ്ങേനെ പിന്നെ അതിന് വെക്കാൻ പാടില്ല. അപ്പം തന്നെ നമ്മൾ ഈ നാരങ്ങ അങ്ങനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി 1 മിനിറ്റ് ചൂടാറിയതിന് ശേഷം എന്താ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഈ തുണി വെച്ചിട്ട് ഈ നാരങ്ങ നന്നായി ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. ഈ നാരങ്ങയിലേക്ക് പായ വെള്ളം മുഴുവൻ വറ്റണം. നാരങ്ങ നല്ല ചൂടുണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ തൊലി നമുക്ക് കടിക്കുമ്പോൾ കുറച്ച് നല്ല മൃദുലായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും അച്ചാർ. ചൂട് ഒന്ന് പോയി നാരങ്ങ എൻ്റെ കൈ പിടിക്കാനുള്ള പാകമാകുമ്പോൾ ഞാൻ അതിനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിനെ ചെറുതാക്കി അരിയും. ചെറുതാക്കി അരിയുമ്പോൾ അതിനുള്ളിൽ കുരു ഉണ്ടാവും. ആ കുരുവിനെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ സ്ലൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ നാരങ്ങേനെ 2 കഷ്ണമാക്കി വെച്ചു. പൈന ഒരു കഷ്ണം മുറിച്ചു. അപ്പോഴാണ് ഓർത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല, തുടക്കക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ നടുവിലത്തെ കഷ്ണം എടുത്ത് മാറ്റി. കണ്ടോ, ഇതാണ് കുരു. ഇതിൽ കുരു ഉണ്ടാവും. ഈ കുരുവിനെ നമ്മളെടുത്ത് മാറ്റുക. അതിന് ശേഷം ഒന്നും കൂടി അരിയുക. പിന്നെ ഇതിനെങ്ങനെ നമ്മളിതിങ്ങനെ അരിഞ്ഞു കൊടുക്കുക. എല്ലാ നാരങ്ങി അരിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കല്ലുപ്പാണ് ഇടാൻ പോണത്. ഒരു 2 സ്പൂൺ കല്ലുപ്പ് എടുത്തിടുക. അതിന് പുറമെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. താഴത്ത് നിങ്ങൾ മുകളിലേക്ക് ഇളക്കുന്നാലും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ എല്ലാ നാരങ്ങയിലേക്ക് കൂടുന്നു. വെച്ച് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മൾ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച നാരങ്ങയാണ്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കുറച്ച് ഇഞ്ചിയാണ്. കുറച്ച് ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ നല്ല മുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഇത് ഒരു ലേശം ഉലുവ. ഇത് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉലുവ പൊടിച്ച് വെക്കണം. അതൊക്കെ നമ്മുടെ നാരങ്ങയുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇതിലിപ്പോൾ ഏകദേശം പറഞ്ഞാൽ ഒരു 1.5 ടീസ്പൂൺ ഉണ്ടായിരിക്കും, ഉലുവ ഉണ്ടായിരിക്കും. അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇത് 1/2 സ്പൂൺ കടുക് നമുക്കിതിൽ ഇതുപോലെ വറുത്ത് പൊടിക്കാനും, ബാക്കി ഒരു 3/4 സ്പൂൺ കടുക് നമുക്കിതിൽ വറുത്തിടാനാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു കായത്തിൻ്റെ കഷ്ണം, ഇത് നമുക്ക് വറുത്ത് പൊടിക്കാനാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് വിനാഗിരാണത്. വിനാഗിരി ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം.
ഒഴിക്കുക. അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ കുറച്ച് പച്ചവെള്ളം, ഞാനിപ്പോൾ ഇത് വറക്കലും എല്ലാം ചെയ്യാൻ പോണത് നല്ലെണ്ണയിലാണ് വറുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടുക് ഒന്ന് വറുത്തെടുക്കാം. കടുക് വറുക്കാൻ നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കടുക് വറുത്തിടാം കേട്ടോ. പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഈ 1/2 സ്പൂൺ കടുക് എടുത്ത് വെച്ചില്ലേ, ഈ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ കായത്തിൻ്റെ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കായത്തിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കായം. അതായത് ഈ കായം എണ്ണ ചൂടായി ഇപ്പോൾ നമ്മൾ ഈ കായം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കായം ഒരു വറവായി, അതിൻ്റെ മണം ഇവിടെ വരുന്നുണ്ട്. ഇനി ഈ കായം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ കടുകും ആ കായവും വറുത്തില്ലേ, അതിനേതാ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ആ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഇന്നലെ രാത്രി നമ്മൾ ചെയ്ത് വെച്ച കാരണം അതിലേക്ക് വെള്ളമൊക്കെ, ഉപ്പിൻ്റെ വെള്ളമൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പൊടി ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് ആ കായത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടി, ഉലുവയും കടുകും കൂടി ചേർത്ത് പൊടിച്ചില്ല, അത് കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടി, കായപ്പൊടി, കടുക് പൊടി, മൂന്നും കൂടി ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഗ്യാസ് കത്തിക്കണം. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വേറെ പാൻ വെച്ചു. അതിലേക്ക് ഇതാ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്ത്, കുറച്ച് നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഏറ്റവും എത്ര കൂടിയാലും നല്ലതാണ് കറിക്ക്. അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ആ കായം വറുത്തത് നല്ലെണ്ണയിലായിരുന്നു. വെളിച്ചെണ്ണ, ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. നല്ലെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുക. പിന്നെ ആ കടുക് പൊട്ടി വരട്ടെ. ആ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഇഞ്ചി ഒഴിച്ച് കൊടുക്കുക. കുഞ്ഞിലാക്കി ഇതൊന്ന് നല്ലെണ്ണ ആയതുകൊണ്ടായിരിക്കും തിളച്ചൊക്കെ ഇങ്ങനെ വെള്ളം പോകുന്നു. എനിക്ക് നമ്മൾ ഇഞ്ചി ഒന്ന് മൂപ്പിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പൊട്ടിത്തെറിയൊക്കെ കേട്ടപ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി. കാരണം ഈ പാത്രം നല്ല കട്ടിയുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ സിമ്മിലാക്കിയാലും ഇങ്ങനെ ആയിക്കോളും. അതൊക്കെ ഇങ്ങനെ അതെടുത്ത് മൂത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നോക്കുക. അവിടെയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ 2 മണി ഉലുവ എടുത്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ആവുന്ന വരെ ഇഞ്ചി അതിൽ കടന്നൊന്ന് വഴണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി ഒന്ന് നന്നായിട്ട് വഴറ്റുക. എടുത്ത് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് തിന്നു കൊടുക്കാം. കൂടി സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇടാൻ പോണത്, നല്ല സൗണ്ട് ഉണ്ടാവും കൂടെ, കറിവേപ്പിൻ്റെ ഇലയാണ്. ഇഞ്ചിക്കത്ര പൊട്ടിട്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ടാവില്ല. അപ്പം നമുക്കൊരു ഗ്യാസ് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ മുളക് പൊടികളൊക്കെ ഇട്ട് വെച്ചില്ലേ, ആ നാരങ്ങയിലേക്ക് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം.
ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സിങ് ആവണം. ഇത്രയൊക്കെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കുറേ ദിവസം കേടൊന്നും വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ നാരങ്ങയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു, നാളെ രാവിലെ അത് കഴിക്കുന്ന നേരത്ത് പിന്നെ പുറത്തെടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുന്ന സമയത്ത് അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും, ആ കട്ടിയൊന്നും ഉണ്ടാവില്ല. നാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേടുവരില്ല. 2 ദിവസം പുറത്ത് വെച്ചാലും അത് കേടുവരില്ല, ഉള്ളിൽ വെച്ച് പുറത്തേക്ക് വെച്ചാലും അത് കട്ടിയാവില്ല. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, റംല എന്നാണ് അവരുടെ പേര്. താങ്ക് യു റംല, റെസിപ്പി എനിക്ക് പരിചയപ്പെടുത്തി തന്നതിന്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒന്നുകൂടി ഗ്യാസ് കത്തിക്കണം. എന്നിട്ട് ഈ പാൻ നമ്മൾ വയ്ക്കുകയാണ്. സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചില്ലേ വിനാഗിരി, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷനാണ്, ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ഒഴിക്കേണ്ട. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നുണ്ട്. ഇതിപ്പോൾ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും നമ്മൾ അച്ചാർ കേട് വരാനൊന്നും പോകുന്നില്ല. എന്നിട്ട് ഗ്യാസൊക്കെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം കുറച്ച് പഞ്ചസാര. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിൽ കഷ്ടി ഒരു സ്പൂൺ ഉണ്ടാവും. ഇത് മെൽറ്റാവട്ടെ. ഒരിക്കലും ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് ഇത് ചൂടാറുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. വിനാഗിരി ഒഴിക്കണം എന്നില്ല. ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ആദ്യം ഈ രീതിയിലായിരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഇപ്പം ഞാൻ ഈ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കാറുള്ളത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി വേറെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കൂ ഈ ഓണത്തിന്. അപ്പം നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം പുറത്ത് വെച്ചു നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ മറന്നുപോയാലും യാതൊരു കുഴപ്പമില്ല, കേട് വരില്ല. ഇത് കഴിയുന്ന വരെ മാസങ്ങളോളം പുറത്തിരുന്നാലും ചിലപ്പോൾ ഇത് കേട് വരില്ല. അതേപോലെ തന്നെ ഉള്ളിൽ വെച്ച് നമ്മൾ നാളെ എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ഇല്ലാതെ കട്ടിയായിട്ടൊക്കെ അങ്ങനെ ഇരിക്കും ചില നാരങ്ങ. എൻ്റെയൊക്കെ ആദ്യം അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അങ്ങനെയുള്ള ഒരു സംഭവ വികാസങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കണം. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒന്നുമില്ല, ചൂടാറിയ നമ്മളത് ഇതിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. അരി പഞ്ചസാര വെള്ളം കൂടി ചേർത്ത് ചൂടാക്കിയില്ലേ, അത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലിരുന്നിട്ട് പാകത്തിലുള്ള വെള്ളമൊക്കെ ആവണ വരെ ഇരുന്ന് അതൊന്നും കൂടി ഇതിൽ മിക്സിങ് ആവാനുണ്ട്. അതായിട്ട് പിന്നെ നമ്മൾ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചാറെടുത്ത് കൂട്ടി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒരച്ചാർ, വടുകപ്പുളി നാരങ്ങ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് അഭിപ്രായങ്ങൾ പറയണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.